ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫോർ യുവിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ടാവും. വേറെ ഒന്നുമല്ല, ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഫുള്ള് ഗപ്പീസ് ആണ് കേട്ടോ. അത് 30+ വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പല ഫിഷുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റ്സ് സെയിൽ ചെയ്യാണ് ഇതാ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോൾ പരമാവധി ഒരു 40-30 സെക്കൻഡ് വീഡിയോസ് അയക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുൾ ആ വീഡിയോസിൽ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അതിനു വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ വീഡിയോസിന്റെ ഒപ്പം നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പർ 1, നമ്പർ 2, നമ്പർ 3 കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓണേഴ്സിന്റെ പേരും അതുപോലെ തന്നെ നമ്പറൊക്കെ കൊടുത്തിട്ട് അതനുസരിച്ചാണ് നിങ്ങൾ വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ. പിന്നെ ഒരു കാര്യം മറക്കണ്ട, നമ്മളൊരു ഇടനിലക്കാരൻ മാത്രമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസ് ഏത് വെറൈറ്റിയാന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ റെഡ് ഡംബോയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് കൊല്ലത്താണ്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ബ്രീഡിംഗ് പേയേഴ്സ് ആണ് അദ്ദേഹത്തിൽ കൊടുക്കാറുള്ളത്. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ് കേട്ടോ. പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പുവരുത്താവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ സെയിലിനായിട്ട് 15+ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഓരോ വെറൈറ്റീസ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ജപ്പാൻ ബ്ലൂ ടൈലാണ് കേട്ടോ. അപ്പം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗപ്പീസാണ്. ബ്രീഡിംഗ് പെയറാണ് കേട്ടോ അദ്ദേഹത്തിന് കൊടുക്കാറുള്ളത്. അപ്പോൾ 120 രൂപ തന്നെയാണ് ബ്രീഡിംഗ് പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പാണ്ടാര ബ്ലൂ മൊസൈക്ക് ആണ്. അപ്പോൾ നല്ല ലൈനേജിലുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ഗപ്പീസാണ്. അപ്പോൾ 120 രൂപ തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാറുള്ളത്. ഒട്ടുമിക്ക ഗപ്പീസ് 120 രൂപയാണ് പെയറിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് കൊല്ലത്താണ്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാലാമത്തെ വെറൈറ്റി ഏതാന്ന് നോക്കി നമ്മുടെ HP ബ്ലൂ, അതും ന്യൂ ലൈനേജ് ആണ് കേട്ടോ. ഫീമെയിലിൻ്റെ ഒക്കെ ഡോർസിൽ ഉണ്ടല്ലോ, അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഗപ്പീസാണ്. അത് 120 രൂപയാണ് ഈ ഒരു ഗപ്പീസിനും അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തെ നോക്കിയാലോ. അടുത്ത വെറൈറ്റി ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ അഞ്ചാമത്തെ വെറൈറ്റി ഏതാന്ന് നോക്കി നമ്മുടെ HP റെഡ് റോസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഗപ്പീസാണ്, നല്ല ആക്റ്റീവ് ഉള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തെ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗപ്പി വെറൈറ്റി ഏതാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ടോപ്പസ് യെല്ലോ ആണ് കേട്ടോ. ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത്. 120 രൂപ തന്നെയാണ് കേട്ടോ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ അടുത്ത വിഷയം ഏതാ നോക്കി നമ്മുടെ AFR ആണ് കേട്ടോ. അതായത് ആൽബിനോ ഫുൾ റെഡ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ്. അപ്പോൾ 120 രൂപ തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അത് ഒട്ടുമിക്ക ഗപ്പീസും ബ്രീഡിംഗ് പെയറാണ് അദ്ദേഹത്തിൽ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അടുത്ത ഫിഷ് ഏതാ നോക്കിയാൽ നമ്മുടെ മെറ്റ ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആണ് അദ്ദേഹത്തിൽ കൊടുക്കാൻ. അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് നമ്മുടെ മെറ്റൽ ബ്ലാക്ക്. അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ മെറ്റൽ ബ്ലാക്ക് കേട്ടോ. അടുത്ത വെറൈറ്റി നോക്കി നമ്മുടെ ടോപ്പസ് ബ്ലൂ ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ടോപ്പസ് ബ്ലൂ, ടോപ്പസ് റെഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫിഷും കാര്യങ്ങളൊന്നും ഇല്ല, വെള്ളത്തിന് പ്രശ്നമുള്ള കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് അദ്ദേഹത്തിനുള്ള അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ ടോപ്പസ് ബ്ലൂ കേട്ടോ. അപ്പോൾ 120 രൂപ തന്നെയാണ് ഈ ഒരു വെറൈറ്റിയും അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിഷയം ഏതാണെന്ന് നോക്കിയാലോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലൂ ഡയമണ്ട് ആണ് കേട്ടോ. അപ്പോൾ ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത്. 120 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ആക്റ്റീവുള്ള നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ്. അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കിയാലോ. അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വെറൈറ്റിയാണ്. നല്ല രീതിക്ക് ബ്രീഡായി കുട്ടികളൊക്കെ ഇറക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ജെറ്റ് ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്രീഡിംഗ് പെയറാണ് അദ്ദേഹത്തിൻ്റെ കൊടുക്കാനുള്ളത്. അപ്പോൾ 120 രൂപയാണ് അദ്ദേഹത്തിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി നേരിട്ട് ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കി നമ്മുടെ സാന്റാക്ലോസ് ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ സാന്റാക്ലോസ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 120 രൂപയാണ് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഏതാ നോക്കിയാലോ. അടുത്ത വെറൈറ്റി ഏതാന്ന് നോക്കി നമ്മുടെ റെഡ് ഡ്രാഗൻ്റെ ബിഗ് ഗിയർ ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ്. അപ്പോൾ 120 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലത്താണ് സ്ഥലം വരുന്നത്. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് വിളിച്ച് ചോദിച്ചറിയുക. അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി ഏതാന്ന് നോക്കാം. ഇതൊക്കെ ഒരു ബ്രീഡറുടെ കയ്യിലുള്ള ഫിഷുകളായിരുന്നു കേട്ടോ. ഇതൊക്കെ അദ്ദേഹത്തിലേക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഫിഷ് ഏതാന്ന് നോക്കിയാലോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം സെമി അഡൽട്ട് ആണ്. അപ്പോൾ ഒരു ഓഫർ ഉണ്ട്. ഏകദേശം 7 പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 550 രൂപയാണ് കേട്ടോ. അപ്പോൾ 7 പേരിനും കൂടിയിട്ട് അദ്ദേഹം ചോദിക്കുന്ന പറയുന്നത് 550 രൂപയാണ്. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ സ്ഥലം വരുന്നത് ചതയമംഗലാണ്. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പുവരുത്തുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള മിക്സ് ഗപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. പക്ഷേ മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് 10 പേരാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. ദേവപ്രയാഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടിയും ഉറപ്പുവരുത്താവുന്നതാണ് കേട്ടോ.
അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള വെറൈറ്റി ഏത് വെറൈറ്റിയാന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ജപ്പാൻ ബ്ലൂ ടൈലാണ് കേട്ടോ. അതും ജുവനൈൽ സൈസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവുള്ള ഗപ്പീസാണ്. അപ്പോൾ സ്ഥലം വരുന്നത് കൊല്ലത്താണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നേരിട്ട് ചോദിച്ചറിയുക കേട്ടോ. കൂടാതെ വേറെ വെറൈറ്റീസൊക്കെ അദ്ദേഹത്തിൻ്റെ കൊടുക്കാണ്ട്, അപ്പോൾ നമുക്ക് അത് പരിചയപ്പെട്ടാലോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സി ടൈഗർ ആണ് കേട്ടോ. അപ്പോൾ ജൂനിയൽ സൈസ് തന്നെയാണ് അദ്ദേഹത്തിൽ കൊടുക്കാള് കേട്ടോ. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 രൂപ തന്നെയാണ്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. കൊല്ലത്താണ് സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി ഏതാണെന്ന് പരിചയപ്പെട്ടാലോ. അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ പ്ലാറ്റിനം കോയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ടൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും നമ്മുടെ ഗപ്പീസ് ഒന്നും സ്റ്റോക്കില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം ഉണ്ട് മനസ്സിൽ കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പോൾ ജൂനൈൽ സൈസാണ്. നല്ല അഫോർഡബിൾ ആയ റേറ്റിനാണ് അദ്ദേഹം കൊടുക്കുന്നത് കേട്ടോ ഗപ്പീസൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വെറൈറ്റി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലാവ റെഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി മാത്രമേ അദ്ദേഹത്തിൽ ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവുള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് മറക്കേണ്ട, കൊല്ലത്താണ്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി നേരിട്ട് ചോദിച്ചറിയിക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഓഫറിൽ വന്ന ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ നല്ല ഓഫറിനാണ് അദ്ദേഹം ഗപ്പീസിന് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഡ്രാഗൺ ആണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. എന്നാൽ ഈ ഒരു ഗപ്പീസിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 70 രൂപയാണ് കേട്ടോ. പെയറിന് 70 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. നല്ല ഓഫറാണ് അദ്ദേഹം ഗപ്പീസിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗപ്പി ഫാമിൻ്റെ പേര് AK ഗപ്പി ഫാം എന്നാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ ബ്ലൂ കോയാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. നല്ല ഈ ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നല്ല ലൈനേജിൽ വന്ന ഗപ്പീസാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ 70 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ കൊടുക്കാനുള്ള വെറൈറ്റി ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗാലക്സി ക്രൗൺ ടൈലാണ് കേട്ടോ. അപ്പോൾ പ്രായം വരുന്നത് സെമി അഡൾട്ട് ആണ്. പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കിയാലോ. അടുത്തായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള വെറൈറ്റി എന്ന് പറയുന്നത് AFR ആണ്. അത് ആൽബിനോ ഫുൾ റെഡ് ആണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 70 രൂപയാണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ സെമി അഡൾട്ട് ആണ് സൈസ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ചോദിച്ചറിയാവുന്നതാണ് കേട്ടോ. അദ്ദേഹത്തിന് അതിൽ അവസാനമായിട്ട് കൊടുക്കാനുള്ള വെറൈറ്റി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ പാൻഡയാണ്. അപ്പോൾ നല്ലൊരു ഓഫർ റേറ്റാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഏകദേശം 50 രൂപയ്ക്കാണ് കൊടുക്കാറ്. പെയർ 50 രൂപയ്ക്കാണ് അദ്ദേഹം ഈ ഒരു വിഷനെ സെയിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം വിളിച്ച് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പി ഏത് വെറൈറ്റിയാന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പർപ്പിൾ ബെറി ആണ് കേട്ടോ. അത് നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ്. നല്ല ബ്രീഡിംഗ് പെയർ എത്തിയ ഗപ്പീസാണ് അദ്ദേഹത്തിൽ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് ഇടുക്കിയാണ്. അപ്പോൾ പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും 150 രൂപയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഓണറുടെ പേര് എന്ന് പറയുന്നത് സ്റ്റാൻലി എന്നാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്താവുന്നതാണ്. കണ്ടില്ല, നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ്. പർപ്പിൾ ബെറിയാണ് വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കിയാലോ. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള വെറൈറ്റി ഏതാണെന്ന് നോക്കിയാൽ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ ആട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. അതും ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഓണറുടെ പേര് ജിനോയിനാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി നേരിട്ട് ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയധികം വെറൈറ്റീസ് ആണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പികളൊക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒരു ലൈക്ക് കൊടുക്കുക, അതുപോലെ ഒരു കമന്റ് കൊടുക്കുക കേട്ടോ. പിന്നെ പെറ്റ്സ് സെയിലിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.